ആലത്തൂർ സംവരണ മണ്ഡലമാണ്. സംവരണ മണ്ഡലങ്ങളിൽ പൊതുവെ അങ്ങനെ വലിയ വാശിയും വീറുമുള്ള ഒരു മത്സരമല്ല നടക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ അധികം ഉണ്ടാവില്ല. അത് ഏത് പാർട്ടിയുടെ ആണെങ്കിലും ആ കാര്യത്തിൽ വലിയ സംശയമില്ല. അതുകൊണ്ടുകൂടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ പൊതുവെ ഈ സംവരണ മണ്ഡലങ്ങളിൽ ജയിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിന് പ്രചരണത്തിന് കുറച്ച് പൈസ മതി, പ്രവർത്തകർ ധാരാളമായിട്ടുണ്ട്, അവർ കഴിയാവുന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തും. നേരെ മറിച്ച് കോൺഗ്രസ്സിന് വേണ്ടി പറയത്തക്ക ഒരു പ്രചരണമൊന്നും ഉണ്ടാകുകയില്ല. നോട്ടീസാവട്ടെ, പോസ്റ്റാണെങ്കിലും അതൊന്നും കൃത്യസ്ഥലത്ത് എത്തുകയോ അതൊന്നും എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുകയോ ചെയ്യില്ല. സ്ഥാനാർത്ഥിയുടെ കയ്യിൽ പണം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് പൊതുവേ സംവരണ മണ്ഡലങ്ങളിൽ CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടപ്പുള്ളത്. എന്നാൽ ചില വില്ലാളി വീരന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മറ്റു തരത്തിൽ പണം സമാഹരിച്ച് പ്രചരണം നന്നായിട്ട് നടത്തുകയും ജയിക്കുകയും ചെയ്യും. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ നിന്ന് ജയിക്കുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, ആവശ്യത്തിന് ഇത്തിരി കൂടുതൽ പൈസയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നേരെ മറിച്ച് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ അങ്ങനെ പണം ചെലവഴിക്കാൻ കിട്ടുകയില്ല. അപ്പോൾ ആലത്തൂരിൻ്റെ കാര്യത്തിൽ ഇത് വളരെ ശരിയാണ്. ആലത്തൂർ മണ്ഡലം ഉണ്ടായ കാലം മുതൽ അവിടെ CPM സ്ഥാനാർത്ഥികളാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ആലത്തൂരിന് മുമ്പ് ഒറ്റപ്പാലം വരുന്നപ്പോഴും CPM ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. 3 തവണ KR നാരായണൻ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ നാരായണന് അഖില ലോക പ്രസിദ്ധി ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി എന്നൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നാരായണൻ ഒരു സാധാരണ പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സാധാരണ പട്ടികജാതിക്കാരനായ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം. രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധികവും കമ്മ്യൂണിസ്റ്റുകാരോ മാർക്സിസ്റ്റുകാരോ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ആ വിഭാഗത്തിൻ്റെ ഇടയിൽ ഇവർക്ക് വലിയ സ്വീകാര്യത ഉണ്ടാവും. കാരണം ഈ പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ പട്ടികജാതിക്കാരുടെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. പട്ടികജാതിക്കാരല്ലാത്ത ഈഴവരാതി പിന്നാക്ക സമുദായക്കാരും പൊതുവെ ഇടതുപക്ഷ അനുഭാവികളായിരിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ പ്രതികൂലമായൊരു സാഹചര്യത്തിലേക്കാണ് രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 വന്നത്. അവർ വരുമ്പോൾ ആരും വിചാരിച്ചില്ല ഇവർക്ക് അവിടെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളത്. പക്ഷേ രമ്യ ഹരിദാസ് അത്ഭുതം ഉണ്ടാക്കി. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ LDF കൺവീനറായിരുന്ന വിജയരാഘവൻ്റെ വായിൽ നിന്ന് വന്ന വേണ്ടാത്ത വർത്തമാനമാണ്. വിജയരാഘവനാണ് സത്യത്തിൽ രമ്യ ഹരിദാസിനെ ഒരു സ്റ്റാറാക്കിയത്. പിന്നീട് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ, VT ബൽറാം, അങ്ങനെ ചെറുപ്പക്കാരായ നേതാക്കന്മാരൊക്കെ ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും അവരുടെ വിജയം ഉറപ്പാക്കി വെച്ചു. മാത്രമല്ല PK ബിജുവിനോട് നാട്ടുകാർക്ക് ഒരു വിപ്രതിപത്തി ഉണ്ടായിരുന്നു. BJP-യുടെ സ്ഥാനാർത്ഥിയെ ഒട്ടും ശക്തനായിരുന്നില്ല, BDJS-ന് കൊടുത്ത സീറ്റാണ്. അപ്പോൾ ആ വോട്ടുകളിൽ നിന്നും ഒരു ഭാഗം അത് രമ്യ ഹരിദാസിന് കിട്ടി. ഇത്തവണ അത് വരാൻ പാടില്ല. രമ്യ ഹരിദാസിനോട് ഈ CPM-കാർക്ക് എന്തോ തീർത്താൽ തീരാത്ത വിരോധമുണ്ട്. ഈ പാവം പെൺകുട്ടിയെ പല രീതിയിൽ അപമാനിക്കാനും അവഹേളിക്കാനും അവരുടെ പട്ടി ഷോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാനും ഒക്കെ ഇവർ വളരെ ആദ്യം മുതൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോഴുണ്ട്, മത്സരിച്ച് ജയിച്ചതിന് ശേഷമുണ്ട്. ഈ 5 വർഷവും CPM സൈബർ ഗുണ്ടകളുടെ മൃഗീയമായ പൈശാചികമായ ആക്രമണത്തിനിരയായ ഒരു പെൺകുട്ടിയാണ് രമ്യ ഹരിദാസ്. അപ്പോൾ അവർ വീണ്ടും മത്സരിക്കുമ്പോൾ അവരുടെ പരാജയം ഉറപ്പാക്കേണ്ടത് ഓരോ മാർക്സിസ്റ്റുകാരൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് അവരെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രതികാര വാഞ്ചയോട്ടാണ് ഈ സഖാക്കൾ അവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്. രാധാകൃഷ്ണൻ പലതവണ MLA ആയിരുന്ന ആളാണ്, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്, നിലവിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്ന് തോന്നുന്നു. അങ്ങനെ നേരത്തെ കേരളത്തിൽ മന്ത്രിയായിരുന്നു, പിന്നീട് സ്പീക്കറായിരുന്നു, ഇപ്പോൾ വീണ്ടും മന്ത്രിയാണ്. ഒരു മന്ത്രി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ അങ്ങനെ ആലത്തൂർ മണ്ഡലത്തിൽ വലിയ മത്സരം നടക്കുകയാണ്. ഒരു ഭാഗത്ത് രമ്യ ഹരിദാസും മറുഭാഗത്ത് രാധാകൃഷ്ണൻ. 2 മോശക്കാരൊന്നുമല്ല. BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പ്രൊഫസർ സരസുവാണ്. അവർ നേരത്തെ വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ ഇവരെ അവമാനിക്കാൻ വേണ്ടി SFI-ക്കാർ കുഴിമാടം ഒരുക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിവാദ നായികയായി മാറിയ ആ പ്രൊഫസർ സരസു കൂടി മത്സരിക്കുന്നു. അവരെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത് നരേന്ദ്രമോദി നേരിട്ട് ആവശ്യപ്പെട്ടിട്ടാണെന്നൊക്കെ പറയുന്നു. ഏതായാലും ഈ SFI-ക്കാരുടെ ഗുണ്ടായുസം ഒരു പ്രധാന ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ സരസുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പ്രത്യേകിച്ചും ഒരു പ്രാധാന്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അത് ആലത്തൂരിന് മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളെ കൂടി ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യഥാർത്ഥ മത്സരം ശരിക്കും രാധാകൃഷ്ണനും രമ്യ ഹരിദാസും തമ്മിൽ തന്നെയാണ്. ആദ്യഘട്ടത്തിലൊക്കെ നിരീക്ഷകരും പത്രങ്ങളൊക്കെ ഒരു മുൻതൂക്കം കൽപ്പിച്ചിരുന്ന രാധാകൃഷ്ണനാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് ഈ അഭിപ്രായ സർവേകൾ, മാതൃഭൂമിയുടെയും മനോരമയുടെയും സർവേകളിൽ രമ്യ ഹരിദാസ് മുന്നിട്ട് നിൽക്കുന്നു എന്ന ഒരു ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ രാധാകൃഷ്ണൻ്റെ ആദ്യത്തെ പരാജയമായിരിക്കും. രമ്യ ഹരിദാസ് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ആലത്തൂരിൽ നിന്ന് വീണ്ടും ജയിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടതായിട്ട് വരും.
രമ്യ ഹരിദാസിനാണ് കൂടുതൽ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സംസ്ഥാനത്ത് പൊതുവേ ഒരു UDF ട്രെൻഡ് ഉണ്ട്. അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉണ്ട്. അതിൻ്റെ ഒരു ആനുകൂല്യവും രമ്യയ്ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം രമ്യയോടുള്ള താല്പര്യമല്ല, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ആശയപരമായിട്ടോ UDFനോട് രാഷ്ട്രീയമായിട്ടോ ഉള്ള ചായ്വല്ല. അതിനേക്കാൾ ഉപരി ഈ ഭരണവിരുദ്ധ വികാരം, LDF വിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിൽ ശക്തമാണ്. പ്രത്യേകിച്ച് നവകേരള സദസ്സ് പോലുള്ള കെട്ടുകാഴ്ചകളോട്, ഖജനാവിൽ 5 പൈസ ഇല്ലാത്ത സമയത്ത് നടത്തുന്ന ധൂർത്തിനോട്, കാരണഭൂതൻ്റെ 35 വാഹനങ്ങളോടുകൂടിയ അകമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളത്തിനൊക്കെ നാട്ടുകാരെ തരാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം കൂടി രമ്യ ഹരിദാസ് അടക്കമുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും കിട്ടും. രമ്യ വിജയിക്കാനാണ് സാധ്യത എന്ന് എനിക്കും തോന്നുന്നു.